രാഷ്ട്രീയ പാർട്ടിയല്ലേ, സാഹചര്യങ്ങൾ അനുസരിച്ച് നിലപാടുകൾ മാറും. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ആരും വലുതായിട്ടില്ല. MV ഗോവിന്ദൻ അല്ലാതെ ആർക്കാണ് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയുക? നിങ്ങളുടെ നിലപാടുകൾക്ക് വെള്ളത്തിൽ വരച്ച വരയുടെ ആയുസുണ്ടോ? നിങ്ങൾ മാറ്റുന്നതെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും അതാവാം. വർഗീയത പറയുന്നതിൽ ഇപ്പോഴും ഗോവിന്ദന് ഒരു ഹരമുണ്ട്. പ്രതിഷേധവും വെള്ളപൂശുന്നതും ആരാണെന്ന് വ്യക്തമാണ്. PDP പിന്തുണ അംഗീകരിച്ചതിനു പിന്നാലെ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുക, ഒത്തുതീർപ്പുണ്ടാക്കുക എന്നതാണ് UDF രാഷ്ട്രീയം. വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ ആര്യാടൻ ഷൗക്കത്തിൻ്റെത് തന്റേടമില്ല എന്നൊക്കെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം വെല്ലുവിളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ MV ഗോവിന്ദൻ പറയുന്നതും ഇതൊക്കെ തന്നെ. പക്ഷെ പറയുന്ന രീതിയിൽ കുറെ വിഡ്ഢിത്തങ്ങളുണ്ട് താനും. CPM-ന് പിന്തുണ കൊടുത്തപ്പോൾ വെൽഫെയർ പാർട്ടി മതേതര പാർട്ടിയായിരുന്നു. UDF-നെ പിന്തുണയ്ക്കുമ്പോൾ വർഗീയ പാർട്ടിയാവും. അതായത് ഓന്തിനെ പോലെ നിറം മാറുന്ന ഇരട്ടത്താപ്പാണ് CPM-നെന്ന് ബബ്ബ പറഞ്ഞു ക്ലിയർ ആക്കിയിട്ടുണ്ട് MV ഗോവിന്ദൻ. അദ്ദേഹത്തിന് വേറൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ നിലപാടെല്ലാം പലപ്പോഴും മാറിയിട്ടുണ്ട്, ഇനിയും മാറ്റും. അതിനെന്താ സംശയമുള്ളത്? ഞങ്ങൾ ഒരു നിലപാട് മാത്രം നിൽക്കണം പറയുന്ന നിലപാട് കേൾക്ക് അത് പറഞ്ഞുതരാം. നിലപാട് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതിന് പറഞ്ഞുതരാം. നിലപാട് മാറ്റുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന രാഷ്ട്രീയ മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥ വന്നാൽ നിലപാട് മാറ്റൂലേ? അടിയന്തരാവസ്ഥ മുമ്പ് വന്നില്ലേ? വന്നപ്പോൾ നിലപാട് മാറ്റിയില്ലേ? അങ്ങനെ നിലപാടൊന്നും മാറ്റൂല. ഇത് ഒറ്റ നിലപാടാണ്. ആര് പറഞ്ഞത്? ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം അസോസിയേറ്റായിട്ട് ഉപയോഗപ്പെടുത്തിയ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംഭവം കേരളത്തിലാണ്. ലോകത്തെവിടെയില്ല. അപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇനി അടയാളപ്പെടുത്തും. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വർഗീയ, എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ മതരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാർട്ടിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകി അവരെ ഒപ്പം ചേർത്ത് അസോസിയേറ്റാക്കി മാറ്റിയ ആദ്യത്തെ പാർട്ടി അത് കേരളത്തിലെ UDF ആണ്, കോൺഗ്രസും ലീഗുമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായിട്ടുള്ള അതിക്രമത്തെ, ഭീകരാക്രമത്തെ പ്രതിഷേധിക്കാതെ, അതിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. VD സച്ചിൻ അതിനാ മറുപടി പറയേണ്ടത്. ഇവിടെ ജമ്മു ആൻഡ് കാശ്മീരിലുണ്ടായ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തെ എതിർക്കാത്ത, അതിനെതിരായിട്ട് പ്രതിഷേധിക്കാത്ത, അതിനെതിരായി പ്രകടനം നടത്താത്ത, അവിടെ ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന പ്രകടനത്തിൽ നിന്നും വിട്ടുനിന്ന ഏക വിഭാഗം ജമാഅത്തെ ഇസ്ലാമി മാത്രമാണ്. ആ ജമാഅത്തെ ഇസ്ലാമുമായിട്ട് കൂട്ടുചേർന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മതവർഗീയതയുമായിട്ട് ചേർന്ന് ഒരു ആയുധവും നഷ്ടപ്പെട്ടു പോയ ഒരു പശ്ചാത്തലത്തിൽ എന്തും പറയാൻ യാതൊരു മടിയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെയാണ്, നിസ്സഹായമായ ഒരു അവസ്ഥയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഒരു രാഷ്ട്രീയവും പറയാൻ, എന്നിട്ട് പറയാണ് ഹിന്ദു മഹാസഭയുമായിട്ട് ചേർന്നിരിക്കുന്നത്. ഏതായി ഹിന്ദു മഹാസഭ? ഏതാണെന്ന് പറയണ്ടേ? അങ്ങനെ ഒരു മഹാസഭയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളില്ലാതെ അന്നേ പറഞ്ഞു. എന്നിട്ട് അതിപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം വർഗീയ നിലപാടിനെ മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലേക്ക് മാറ്റി വേറൊരു വർഗീയതയാണ് ശക്തിപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ള പ്രചരണത്തിന് എന്തെങ്കിലും അടിസ്ഥാനം വേണം. ഞാൻ ഈ മാധ്യമങ്ങളോട് അന്നേ പറഞ്ഞാണ്, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല, ഈ ഹിന്ദു മഹാസഭ എന്ന് പറഞ്ഞാൽ അറിയേയില്ല, നിങ്ങൾക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അമ്മാതിരിയുള്ള ഏതോ ഒരു സൈസ് അവർ തന്നെ ഒന്നോ രണ്ടോ ആളുണ്ട്, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിൽ ഞങ്ങളെ എന്തിനാണ് പ്രതിയാക്കുന്നത്? ഒരു കൂടിക്കാഴ്ച ഞങ്ങൾ നടത്തിയില്ല. എന്ത് കൂടിക്കാഴ്ച? ഒരു കൂടിക്കാഴ്ചൻ്റെ പ്രശ്നം ഞങ്ങളുമായിട്ടുണ്ടായിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിൻ്റെ നിലപാട് തിരുത്തി എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിനെ ഈ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. ജമാഅത്ത് ഇസ്ലാമി ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത് ജമ്മു ആൻഡ് കാശ്മീരിൽ നടന്ന കടന്നാക്രമത്തെ, ഭീകരാക്രമത്തെ എതിർക്കാതെ
ജമ്മു ആൻഡ് കാശ്മീരിൽ തന്നെ അതിനെതിരായിട്ട് പ്രതിഷേധ പ്രകടനം മറ്റെല്ലാവരും ചേർന്ന് നടത്തിയപ്പോൾ അതിൽ യോജിക്കാത്ത ഒരേ ഒരു വിഭാഗം ജമാഅത്ത് ഇസ്ലാമി മാത്രമാണ്. പിന്നെ എന്താ പിന്നെ എപ്പോഴാണ് മാറി എന്ന് പറയുന്നത്? അദ്ദേഹത്തിന് വേറൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ നിലപാടെല്ലാം പലപ്പോഴും മാറിയിട്ടുണ്ട്, ഇനിയും മാറ്റും. അതിനെന്താ സംശയമുള്ളത്? ഞങ്ങൾ ഒരു നിലപാട് മാത്രം നിൽക്കണം പറയുന്ന നിലപാട് കേൾക്ക് അത് പറഞ്ഞുതരാം നിലപാട് എങ്ങനെയാണ് മാറ്റുക എന്നുള്ളതിന് പറഞ്ഞുതരാം. നിലപാട് മാറ്റുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന രാഷ്ട്രീയ മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. അടിയന്തരാവസ്ഥ വരുന്നു. അടിയന്തരാവസ്ഥ വന്നാൽ നിലപാട് മാറ്റൂലേ? അടിയന്തരാവസ്ഥ മുമ്പ് വന്നില്ലേ? വന്നപ്പോൾ നിലപാട് മാറ്റിയില്ലേ? അങ്ങനെ നിലപാടൊന്നും മാറ്റൂല. ഈ ഒറ്റ നിലപാടാണ്. ആര് പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഹിന്ദു മഹാസഭയുടെ കാര്യം പറഞ്ഞു. ഹിന്ദു മഹാസഭ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. പി ഡി പി ജമാഅത്ത് ഇസ്ലാമി ഒരുപോലെയല്ല. അതുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യ ദിവസം പറഞ്ഞല്ലോ, അല്ല പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സെൻട്രൽ ഗവൺമെൻറ്, പ്രത്യേകിച്ച് വർഗീയവാദി ശക്തികൾ, അതിൻ്റെ ആർക്കും തർക്കമില്ലാത്ത നിങ്ങൾക്ക് വല്ല തർക്കമുണ്ടോ? ഞങ്ങളെല്ലാം എടുത്ത നിലപാടല്ലേ. ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെ, അസംബ്ലി ഉൾപ്പെടെ എടുത്ത നിലപാടല്ലേ ഇത്. അതിനെന്താ ഇപ്പം തർക്കമുള്ളത്? അതിനൊന്നും ഒരു തർക്കമില്ല.